ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ടൈപ്പ് മെട്രിക്സ് പഠിക്കാം. ഇൻവെർട്ടിബിൾ മെട്രിക്സ്. ഹിയർ ഇൻവെർട്ടിബിൾ മെട്രിക്സസ്. A is any square matrix of order n. ഇപ്പോൾ എ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. ഇതിൻ്റെ ഓർഡർ n ആണ്. If there exists another matrix B such that it is also of order n, B is also of order n, such that A into B is equal to B into A is equal to I. It is identity matrix. എന്താണ് ഒന്നുകൂടെ നോക്കി. If any matrix A, any square matrix of order A, there exists another square matrix of order n, another square matrix B is of order n, such that AB is equal to BA is equal to I, then A is called an invertible matrix. അതായത് ഏതൊരു സ്ക്വയർ മെട്രിക്സ് എ എന്ന് പറയുന്നത് ഇൻവെർട്ടിബിൾ ആവണമെങ്കിൽ മറ്റൊരു മെട്രിക്സ് ബി അതേ ഓർഡറുള്ള ഒരു സ്ക്വയർ മെട്രിക്സ് എയുടെ അതേ ഓർഡറുള്ള ഒരു സ്ക്വയർ മെട്രിക്സ് ബി എക്സിസ്റ്റ് ചെയ്യണം. സച്ച് ദാറ്റ് എ ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു എ ഈസ് ഈക്വൽ ടു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിരിക്കണം. ഐഡൻറ്റിറ്റി മെട്രിക്സ് അതേ എൻ ഓർഡറുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ് IN. അതായത് ഇതിൻ്റെ ഓർഡർ എൻ, എയുടെയും ബിയുടെയും ഓർഡർ n ആയതുകൊണ്ട് ഇതിൻ്റെ ഓർഡർ n ആയിരിക്കണം, ഐയുടെ ഓർഡർ n ആയിരിക്കണം. അപ്പം അങ്ങനെ ഒരു മെട്രിക്സ് ബി എക്സിസ്റ്റ് ചെയ്താൽ എ നമുക്ക് ഇൻവെർട്ടിബിൾ മെട്രിക്സ് എന്ന് പറയാം. അതുകൂടാതെ ഈ ബി എ നമുക്ക് എയുടെ ഇൻവേഴ്സ് എന്ന് പറയാം. ദറ്റ് ഈസ് ബി ഇസ് ദ ഇൻവേഴ്സ് ഓഫ് എ. It is written as A inverse raised to -1 എന്ന പോലെ എഴുതും. That is A inverse. B is the inverse of A. നമ്മൾ ഇൻവേഴ്സ് ഫംഗ്ഷൻ പഠിച്ചതാണ്. അതേപോലെ ഇൻവേഴ്സ് എലിമെൻറ്റ്സ് പഠിച്ചതാണ്. അപ്പോൾ ഇതുപോലെ സിമിലർ ഡെഫിനിഷൻ തന്നെയാണ് ഇവിടെ. എ ബിയും ബി എയും മൾട്ടിപ്ലൈ ചെയ്താൽ IN ആയിരിക്കും. ഇപ്പോൾ ഇൻവേഴ്സ് ഇവിടെ പ്രോഡക്റ്റ് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണെങ്കിൽ ഒന്ന് മറ്റൊന്നിൻ്റെ ഇൻവേഴ്സ് ആയിരിക്കും. രണ്ട് മെട്രിക്സ് സെയിം ഓർഡറുള്ള സ്ക്വയർ മെട്രിക്സ് ആണ് എയും ബിയും. എയുടെയും ബിയുടെയും പ്രോഡക്റ്റ് ലെഫ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ റൈറ്റിലും രണ്ട് രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്താലും സെയിം ആയിരിക്കണം. അത് IN ആണെങ്കിൽ, ദാറ്റ് ഈസ് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണെങ്കിൽ എ ബിയുടെ ഇൻവേഴ്സ് ആയിരിക്കും. അതേപോലെ എ ബി എയുടെയും ഇൻവേഴ്സ് ആയിരിക്കും. എ ബിയുടെ ഇൻവേഴ്സ് ആയിരിക്കും, ബി എയുടെയും ഇൻവേഴ്സ് ആയിരിക്കും. എ എന്ന് പറയുന്നത് ഇൻവെർട്ടിബിൾ ആയിരിക്കും. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എ എന്ന് പറയുന്നത് എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് 2 3 1 2. നമുക്കറിയാം അതൊരു സ്ക്വയർ മെട്രിക്സ് ആണ്. ഇറ്റ് ഈസ് ഓഫ് ഓർഡർ 2. മറ്റൊരു മെട്രിക്സിനെ എഴുതുന്നു. ബി ഈസ് ഈക്വൽ ടു 2 -3 -1 2. എ ബി എന്താണെന്ന് നോക്കാം. എ ബി ഈസ് ഈക്വൽ ടു പ്രോഡക്റ്റ് ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 2 × 2 + 3 × -1. 2 × 2 4, 3 × -1 -3, 4 - 3 1. Then first row into second column 2 × -3 -6, 3 × 2 + 6, -6 + 6 0. Again second row into first column 1 × 2 2 + 2 × -1 -2, 2 - 2 0. Again second row into second column 1 × -3 -3,
plus 2 into 2, 4. That is minus 3 plus 4. അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് നോക്കി, എ ബി എന്ന് പറയുന്നത് മെട്രിക്സ് 1 0 0 1, ദാറ്റ് ഈസ് I2, ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 2. അപ്പോൾ എയും ബിയും മൾട്ടിപ്ലൈ ചെയ്താൽ എ ഇൻറ്റു ബി കണ്ടുതന്നെ I2 കിട്ടി, I കിട്ടി. അതേപോലെ നമുക്ക് ബി എ കണ്ടു നോക്കാം. ബി എ കണ്ടാലും ഇത് തന്നെയാണ്. ഫസ്റ്റ് മെട്രിക്സ് ഇതായിട്ട് എടുക്കണം, സെക്കൻഡ് മെട്രിക്സ് എ ആയിട്ട് എടുക്കണം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ഇങ്ങനെയാണ് എടുക്കേണ്ടത്. അപ്പോൾ കിട്ടുന്നതും 1 0 0 1 തന്നെയായിരിക്കും. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാറില്ല. അപ്പോൾ ബി എ ഇസ് ഈക്വൽ ടു മെട്രിക്സ് 1 0 0 1. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എ ബിയും ബി എയും I തന്നെയാണ്, I2 തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് എ ബി ഇസ് ഈക്വൽ ടു ബി എ ഇസ് ഈക്വൽ ടു I. Then A is invertible matrix. A is an invertible matrix. B is also invertible. And B is the inverse of A. ഇപ്പോൾ ബി എന്ന് പറയുന്നത് എയുടെ ഇൻവേഴ്സ് ആയിരിക്കും. അതേപോലെ എ ബിയുടെയും ഇൻവേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇതാണ് ഇൻവെർട്ടിബിൾ മാട്രിക്സ്. യുണീക്ക്നെസ് ഓഫ് ഇൻവേഴ്സ്. ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് യുണീക്ക് ആയിരിക്കും. ഇത് നമുക്കൊന്ന് പ്രൂവ് ചെയ്യണം. അതായത് ഒരു മെട്രിക്സിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്താൽ അത് ഒരേ ഒരു ഇൻവേഴ്സ് മാത്രമേ കാണുള്ളൂ. അതായത് എ എന്നുള്ളത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ, എ ഈസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n, then if there exists an inverse of A, that inverse is unique. That is, there exists one and only one inverse. നമുക്കിവിടെ അതൊന്ന് പ്രൂവ് ചെയ്യണം. എങ്ങനെ പ്രൂവ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ നമുക്ക് കൺസിഡർ ചെയ്യാം എയ്ക്ക് ഒന്നിൽ കൂടുതൽ ഇൻവേഴ്സ് ഉള്ളതായിട്ട് സപ്പോസ് ചെയ്യുന്നു. ഇഫ് ദർ എക്സിസ്റ്റ് മോർ ദാൻ വൺ ഇൻവേഴ്സസ്, ദറ്റ് ഈസ് 2 ഇൻവേഴ്സസ്, എയ്ക്ക് 2 ഇൻവേഴ്സ് ഉള്ളതായിട്ട് നമ്മൾ സപ്പോസ് ചെയ്യുന്നു. ഈ ദറ്റ് ഈസ് എ ഈസ് സ്ക്വയർ മെട്രിക്സ്, ബി ആൻഡ് സി ആർ suppose B and C are inverses of A. ബിയും സിയും 2 ഇൻവേഴ്സുകൾ എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ സങ്കല്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എയുടെ ഇൻവേഴ്സ് ബി ആണെങ്കിൽ എ ബി ഇസ് ഈക്വൽ ടു ബി എ ഇസ് ഈക്വൽ ടു I ആണെന്നറിയാം. ഇൻവേഴ്സിൻ്റെ ഡെഫിനിഷൻ അതാണ് പഠിച്ചത്. ബി എയുടെ ഇൻവേഴ്സ് ആണെങ്കിൽ എ ബി ഇസ് ഈക്വൽ ടു ബി എ ഇസ് ഈക്വൽ ടു I. ഇവിടെ അതേപോലെ സിയും ബി എയുടെ ഇൻവേഴ്സാണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? എ സി ഇസ് ഈക്വൽ ടു സി എ ഇസ് ഈക്വൽ ടു I. സി എയുടെ ഇൻവേഴ്സ് ആണെങ്കിൽ എ സി ഇസ് ഈക്വൽ ടു സി എ ഇസ് ഈക്വൽ ടു I. ഇത് രണ്ടും ട്രൂ ആയിരിക്കും. അതിൻ്റെ കാരണം ബിയും സിയും എയുടെ ഇൻവേഴ്സാണ്. ഈ 2 കണ്ടീഷൻസ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ബി എന്നുള്ള മെട്രിക്സ് എടുക്കുന്നു. ബി ഇസ് ഈക്വൽ ടു ബി എന്ന് ഞാൻ ബി ഐ എന്ന് എഴുതി. അതറിയാം നമുക്ക്. ഏതൊരു മെട്രിക്സിനെയും ഐഡൻറ്റിറ്റി മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? അതേ മെട്രിക്സ് തന്നെ കിട്ടും. ഇപ്പോൾ ഈ ബിയും ഐയും സെയിം ഓർഡറാണ്, ഓർഡറുള്ള സ്ക്വയർ മെട്രിക്സ് ആണ്. അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ബി തന്നെ കിട്ടും. ദെൻ നമുക്ക് ഐ എ ഞാനിവിടെ എ സി ഇസിക്കൽ ടു സി എ ഇസിക്കൽ ടു I, എ സി എന്ന് കൊടുക്കുന്നു. ബി ഇൻറ്റു ഐക്ക് പകരം ഞാൻ എ സിയുടെ വാല്യൂ കൊടുക്കും. ബി ഇൻറ്റു എ സി. ഇപ്പോൾ ബി എന്നുള്ള ആദ്യം എടുത്തു, അത് ബി ഐ ആണെന്നറിയാം. ആ ഐക്ക് പകരം ഞാൻ എ സി എന്നുള്ള വാല്യൂ, എ സി ഇസിക്കൽ ടു സി എ ഇസിക്കൽ ടു I ആണെന്ന് നമുക്ക് കിട്ടിയ കണ്ടീഷനാണ്. സി ഐയുടെ ഇൻവേഴ്സ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ബി ഇൻറ്റു എ സി. ഇനി നമുക്കറിയാം മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആണ്. ഇങ്ങനെയാണെങ്കിൽ ബി ഇൻറ്റു എ സി ഇങ്ങനെ എഴുതാം, ബി എ ഇൻറ്റു സി, ബി എ ഇൻറ്റു സി എന്ന് എഴുതാം. ഇനി നോക്കി, ഈ ബി എ എന്താണ്? ഫസ്റ്റ് റിലേഷൻ അനുസരിച്ച് ബി എ ഇസ് ആൾസോ I. ബി എയും I തന്നെയാണ്. ദറ്റ് ഈസ് I ഇൻറ്റു സി. അഗെയിൻ I ഇൻറ്റു സി, I into C, that is C.
അപ്പോൾ ഇവിടെ നമ്മൾ തുടങ്ങിയത് ബിയിൽ തുടങ്ങി, അത് സിക്ക് ഈക്വലാണെന്ന് കിട്ടി. ഇഫ് ദർ എക്സിസ്റ്റ് മോർ ദാൻ വൺ ഇൻവേഴ്സസ് ദെൻ ദേ ആർ ഈക്വൽ. അപ്പോൾ ബിയും സിയും രണ്ട് ഇൻവേഴ്സുകളാണ് എയുടെ എങ്കിൽ, രണ്ട് ഇൻവേഴ്സുകൾ എക്സിസ്റ്റ് ചെയ്യുന്നെങ്കിൽ അത് രണ്ടും തുല്യമായിരിക്കും എന്നാണ് നമുക്ക് കിട്ടിയത്. ദറ്റ് ഈസ് ഇൻവേഴ്സ് ഓഫ് എ ഈസ് യുണീക്ക്. എയുടെ ഇൻവേഴ്സ് യുണീക്കായിരിക്കും. എയ്ക്ക് ഒരേ ഒരു ഇൻവേഴ്സ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. നമുക്കിനി ഒരു തിയറം ഡിസ്കസ് ചെയ്യാം. ഇതാണ് തിയറം. If A and B are two invertible matrices of same order, then AB the whole inverse is equal to B inverse into A inverse. അതായത് രണ്ട് മെട്രിസസിൻ്റെ പ്രോഡക്റ്റിൻ്റെ ഇൻവേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും, അത് റിവേഴ്സ് ഓർഡറിലായിരിക്കും. ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് ഓർഡറിലായിരിക്കും. ഈ തിയറി നമുക്കൊന്ന് പ്രൂവ് ചെയ്യാം. നോക്കാം. എ ബി ദ ഹോൾ ഇൻവേഴ്സ് എന്നുള്ളത് ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സാണ്. നമുക്കറിയാം എ ബിയുടെ ഇൻവേഴ്സിനെയാണ് നമുക്ക് എ ബി ദ ഹോൾ ഇൻവേഴ്സ് എന്ന് എഴുതുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവയുടെ പ്രോഡക്റ്റ്, അതായത് ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സിൻ്റെയും ആ മെട്രിക്സിൻ്റെയും കൂടെ പ്രോഡക്റ്റ് ഐ ആണെന്നറിയാം. ദറ്റ് ഈസ് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ എ ബി ഇൻറ്റു എ ബി ദ ഹോൾ ഇൻവേഴ്സ് ദറ്റ് ഈസ് ഈക്വൽ ടു, നമുക്കറിയാം എ ബി ഇൻറ്റു എ ബി ദ ഹോൾ ഇൻവേഴ്സ് ദറ്റ് ഈസ് ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓഫ് സെയിം ഓർഡർ. എ ബിയുടെയും എ ബി ദ ഹോൾ ഇൻവേഴ്സിൻ്റെ അതേ ഓർഡറുള്ള ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിരിക്കും. ദെൻ എ ബി ബ്രാക്കറ്റിൽ എ ബി ദ ഹോൾ ഇൻവേഴ്സ് സിംഗിൾ മെട്രിക്സ് തന്നെ ഒന്ന് അസോസിയേറ്റ് ചെയ്തു. എ ഇൻറ്റു ബി ഇൻറ്റു എ ബി ദ ഹോൾ ഇൻവേഴ്സ് ദറ്റ് ഈസ് ബ്രാക്കറ്റ് ഒന്ന് മാറ്റി അസോസിയേറ്റീവ് ലോ അപ്ലൈ ചെയ്തു. ഇനി നമുക്കിവിടെ ഇക്വാളിറ്റിയുടെ രണ്ട് സൈഡിലും ലെഫ്റ്റിൽ എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. Multiplying both sides by A inverse on left. It is A inverse into A. ബാക്കി അതുപോലെ എഴുതുന്നു B into AB the whole inverse. That is റൈറ്റ് സൈഡിലും അതേപോലെ A inverse കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. A inverse into നമുക്കറിയാം A inverse into A ഒരു മെട്രിക്സിനെ അതിൻ്റെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ലെഫ്റ്റിലായാലും റൈറ്റിലായാലും ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിരിക്കും കിട്ടുന്നത്. ഇറ്റ് ഈസ് ഐ ഇൻറ്റു ബി ഇൻറ്റു എ ബി ദ ഹോൾ ഇൻവേഴ്സ് ദറ്റ് ഈസ് എ ഇൻവേഴ്സ് ഇൻറ്റു ഐ ദറ്റ് ഈസ് എ ഇൻവേഴ്സ് ഐഡൻറ്റിറ്റി മെട്രിക്സ്. അതേപോലെ ഇവിടെ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഇൻറ്റു ദിസ് മെട്രിക്സ് ബി ഇൻറ്റു എ ബി ദ ഹോൾ ഇൻവേഴ്സ് ദറ്റ് ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ്. ഇനി ഇവിടെ ചെയ്ത പോലെ തന്നെ ബി ഇൻവേഴ്സ് കൊണ്ട് രണ്ട് സൈഡിലും മൾട്ടിപ്ലൈ ചെയ്യുന്നു, ലെഫ്റ്റ് സൈഡിൽ തന്നെ. ഇക്വാളിറ്റിയുടെ രണ്ട് സൈഡിലും ബി ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ലെഫ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ. ബി ഇൻവേഴ്സ് ഇൻറ്റു ബി അഗെയിൻ എ ബി ദ ഹോൾ ഇൻവേഴ്സ്. റൈറ്റ് സൈഡിൽ അതേപോലെ ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. ദെൻ ബി ഇൻവേഴ്സ് ഇൻറ്റു ബി. ബി ഇൻവേഴ്സ് ഇൻറ്റു ബി ഐ ആണെന്ന് നമുക്കറിയാം. ഇറ്റ് ഈസ് ഐഡൻറ്റിറ്റി മെട്രിക്സ്. എ ബി ദ ഹോൾ ഇൻവേഴ്സ് ദറ്റ് ഈസ് റൈറ്റ് സൈഡ് ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. അഗെയിൻ ഐ ഇൻറ്റു ദിസ് മെട്രിക്സ് ദറ്റ് ഈസ് എ ബി ദ ഹോൾ ഇൻവേഴ്സ് ദറ്റ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. നമുക്ക് എങ്ങനെ കിട്ടി? എ ബി ദ ഹോൾ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്.